Okay, let us start from again. That is again a simple class student having class number, name and marks. Then we have two functions accept, display. Then the function accept will accept details of class number, name and marks, and display function will display the details. Okay, it's a simple function, simple program. Now I am defining a function increment as in the earlier video, void increment. Okay, so this function belongs to the class student. This function belongs to the class student, and so I am defining it again. Void class is student class, function name is increment. Okay, so marks is equal to marks plus 10 again, and I am calling the function like this: s1 dot accept, s1 dot display, then s1 dot increment, again s1 dot display. So this will increment the marks with 10. Okay, let us compile. Display, so display is spelling mistake. Okay, display. Okay, class number, name, marks 1, Arun, marks is 45. Okay, so it is incremented. 45 marks is incremented to 55 marks. Now I would like to change this function as a friend function. So I am trying to change this function as a friend function. So I have to specify the keyword friend void increment. Okay, then I have to define the function here. This function does not belong to the class student, so I have to give only void increment. Okay, so in the body it is given as marks equal to marks plus 10. So whose marks is that? So I have to pass an object. Okay, ഈ മാർക്സ് ആരും നമുക്കറിയില്ല. അതായത് ഇവിടുന്ന് വെറുതെ ഇൻക്രിമെൻറ്റ് കോൾ ചെയ്തെങ്കിൽ ഇൻക്രിമെൻറ്റ് ആര് ചെയ്യണം അറിയില്ല. So I will be passing an object here. ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്നു. ഒബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് s1 ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ s1 പാസ് ചെയ്യുന്നു. s1 പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ we have to define this function as a function which accepts argument student. So here also student A. So A dot marks is equal to A dot marks plus 10. Okay, അപ്പോൾ ഇതിനകത്ത് ആലോചിച്ചാൽ മനസ്സിലാവും എന്താ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട് ഫംഗ്ഷനാക്കി മാറ്റിയതിനെ ഫ്രണ്ട് ഫംഗ്ഷനാക്കി മാറ്റുമ്പോൾ മെമ്പർ ഫംഗ്ഷൻ അല്ലാത്തതുകൊണ്ട് s1 ഡോട്ട് എന്ന് കോൾ ചെയ്യില്ല, പകരം ഇൻക്രിമെൻ്റ് എന്ന് മാത്രം കോൾ ചെയ്യും. അപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ ഏത് ഒബ്ജക്റ്റിനാണ് ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ s1 s2 അങ്ങനെ 2-3 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ we have to specify which object has to be incremented. So I am passing this in brackets. s1 എന്നത് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ആർഗ്യുമെൻ്റ് വാങ്ങിക്കുന്ന പോലെ ഫംഗ്ഷൻ വേണം. അതുകൊണ്ട് ആർഗ്യുമെൻ്റ് വാങ്ങിച്ചു, അത് എ എന്ന പേരിൽ വാങ്ങിച്ചു. ആ കിട്ടിയ എയുടെ മാർക്ക് ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഗെയിൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ മനസ്സിലാവും അതിൻ്റെ മാർക്ക് ഇൻക്രിമെൻ്റ് ആകുമെന്ന് നോക്കാം. കമ്പൈൽഡ്
class number is 1, name is again Arun, marks is 45. നോക്കുക 45 മാർക്സ് ആണ് ആദ്യം ഉള്ളത്. ആഫ്റ്റർ ഇൻക്രിമെൻറ്റിംഗ് ഓൾസോ ഇറ്റ് ഈസ് ഷോയിങ് 45 മാർക്സ്. അതായത് ഇൻക്രിമെൻ്റ് ആയിട്ടില്ല. S1-ൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയിട്ടില്ല എന്നർത്ഥം. S1-ൻ്റെ വാല്യൂ എന്താണ് ഇൻക്രിമെൻ്റ് ആവാത്തത്? ബിക്കോസ് വി ആർ യൂസിങ് പാസ് ബൈ വാല്യൂ അല്ലേ. ഇപ്പോൾ S1 എന്നതെന്താണ്? ഇതിൻ്റെ കോപ്പിയാണ് ഇവിടെ കിട്ടുന്നത്, എയിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ്, കോപ്പിക്കകത്ത് മാർക്ക് ഇൻക്രിമെൻ്റ് ആയാലും എന്ത് സംഭവിക്കില്ല, ആക്ച്വൽ S1-ൻ്റെ മാർക്ക് ഇൻക്രിമെൻ്റ് ആവുന്നില്ല. സോ വി ഹാവ് ടു യൂസ് ദ ടെക്നിക് പാസ് ബൈ റെഫറൻസ് ഇഫ് യു വാണ്ട് ടു കീപ് ദ റിട്ടേൺ ടൈപ്പ് ആസ് void. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻറ്റ് ആംപർസാൻഡ് എന്നാക്കുന്നു. സോ സ്റ്റുഡൻറ്റ് ആംപർസാൻഡ് എ. സോ പാസിങ് ഒബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെഫറൻസാണ് പാസ്സാവുന്നത്. അപ്പോൾ S1-ൻ്റെ കോപ്പിയല്ല, S1-ൻ്റെ റെഫറൻസ്, അല്ലെങ്കിൽ S1 ക്യാൻ നൗ ഓൾസോ ബി കോൾഡ് ആസ് എ. കാരണം റെഫറൻസാണ് പാസ് ചെയ്യുന്നത്. അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ S1-നും S1 and A are both alias names of the same object. So now we can see that reference is passed. We'll try നോക്കാം. One Adul 45. Okay, now it works. So the 45 marks is changed to 55 മാർക്സ്. എന്തായിരുന്നു പ്രശ്നം ആയിരുന്നു, അതായത് ആദ്യം S1-ൻ്റെ കോപ്പി ആയിരുന്നു പാസ് ചെയ്ത്. S1-ൻ്റെ കോപ്പി പാസ് ചെയ്യുമ്പോൾ ഈ പാസ് ബൈ വാല്യൂ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കോപ്പിയാണ് എയിൽ വരുന്നത്. പാസ് ബൈ വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോപ്പി വന്നു. കോപ്പിക്കകത്ത് മാറ്റം വരുത്തുമ്പോൾ ഒറിജിനലിനകത്ത് മാറ്റം വരില്ല. അപ്പോൾ ഒറിജിനൽ മാറ്റം വരാൻ വേണ്ടി എന്ത് ചെയ്യണം, വി ആർ യൂസിങ് ദി മെത്തേഡ് പാസ് ബൈ റെഫറൻസ് ഉപയോഗിച്ച് പാസ് ചെയ്തു. അപ്പോൾ മാർക്സ് മാറ്റിയപ്പോൾ അവിടെയും മാർക്സ് മാറി. ഓക്കെ, നൗ മൈ എയിം ഈസ് ടു ചേഞ്ച് ദിസ് ഫംഗ്ഷൻ ആസ് എ ഓപ്പറേറ്റർ ഫംഗ്ഷൻ. So what I have to do, I have to change the function name increment as plus എന്നാക്കുമ്പോൾ നമുക്കറിയാം എന്ത് വേണം, we need a keyword operator before plus. So friend void operator plus student ampersand. Okay, so here also I have to change the function name appropriately as operator plus, and during calling I have to use the syntax plus S1. Okay, let us save and compile. Operator is spelling mistake, so we'll correct it. What is that? Operator. Okay, plus. We'll compile. Okay, class number is 1, name is Adul, marks is 45. Okay, so now it works. എന്താ മാറ്റം വരുന്നത്? അതായത് ഇൻക്രിമെൻ്റ് എന്ന ഫംഗ്ഷൻ നെയിമിന് പകരം ഞാൻ എന്ത് കൊടുത്തു, ഓപ്പറേറ്റർ പ്ലസ് എന്നാക്കി മാറ്റി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കണ്ടത് എന്തായിരുന്നു, വി ഹാവ് ഡിഫൈൻഡ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ്, ഫംഗ്ഷൻ ഫോർ ഓവർലോഡിങ് പ്ലസ് ഓപ്പറേറ്റർ. പക്ഷേ അതെന്തല്ലായിരുന്നു, അത് ഫ്രണ്ട് ആയിരുന്നില്ല. ഫ്രണ്ട് ആണെങ്കിൽ ഈ ഒരു സിൻടാക്സ് ഫോളോ ചെയ്യണം. നമുക്ക് കാര്യം ചെയ്യാം, വീണ്ടും ഒരു ഫ്രണ്ട് അല്ലാത്തവരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ യൂസ് ചെയ്യാം. അതായത് ഐ ആം ഡിഫൈനിങ് എ ഫംഗ്ഷൻ ആസ് void operator
മൈനസ് മൈനസ്. അപ്പോൾ അതിന് ആർഗ്യുമെൻറ്റ് വേണ്ടി വരില്ല. കാരണം എന്താണത്, അത് ഫ്രണ്ട് ഫംഗ്ഷൻ അല്ല, മീൻസ് ഇറ്റ് ഈസ് എ മെമ്പർ ഫംഗ്ഷൻ. മെമ്പർ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് ആർഗ്യുമെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടെ എന്താ വേണം, ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വേണം. അതായത് ഓയിഡ് ഓപ്പറേറ്റർ മൈനസിൻ്റെ ഡെഫിനിഷൻ വേണം കൊടുക്കാം. ഓയിഡ് അത് സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെയാണ്. സോ ഓയിഡ് സ്റ്റുഡൻറ്റ് ഓപ്പറേറ്റർ minus minus, inside body we can give as marks equal to marks minus 5. Okay, then I will call the function like this. I can call as minus minus s1, then s1 dot display. Compile here. Okay, class number name marks 1 Arun 45. So 45 is incremented to 55. Then using decrement we have done it as 50. അപ്പോൾ ഇത് നമുക്ക് സെയിം കാര്യം ചെയ്യാൻ പല വഴികൾ. ഒന്നുകിൽ ഇൻക്രിമെൻറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാം, അല്ലേ? ഈ പറഞ്ഞ പോലെ വി ക്യാൻ ഡിഫൈൻ എ ഫംഗ്ഷൻ ആസ് ഇൻക്രിമെൻറ്റ് ഫംഗ്ഷൻ, വോയിഡ് ഇൻക്രിമെൻറ്റ് ഉപയോഗിച്ച് ഫംഗ്ഷൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഓപ്പറേറ്റർ പ്ലസ് പ്ലസ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് വേയ്സ് എന്നുള്ളൂ. ഇതിന് പ്രത്യേക ആപ്ലിക്കേഷനൊന്നുമില്ല. അതായത് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന കൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പാസിംഗ് ഒബ്ജക്റ്റ് ആസ് ആർഗ്യുമെൻറ്റ്സ്, ആ ഒരു ലോജിക്കിനകത്താണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അതുപോലെ മെമ്പർ ഫംഗ്ഷന് പകരം, മെമ്പർ ഫംഗ്ഷൻ്റെ ഒരു പേരിന് പകരം നമുക്ക് വി ക്യാൻ റീനെയിം ഇറ്റ് ആസ് യൂസിങ് എ ഓപ്പറേറ്റർ നെയിം. പിന്നെ കമ്പാരിസൺ കൂടെ കിട്ടുന്നുണ്ട്. അതായത് ഈ രണ്ടും ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ്. ഇതും ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ്, ഇതും രണ്ടും അല്ലേ. ഫ്രണ്ട് വോയിഡ് ഓപ്പറേറ്റർ പ്ലസ് പ്ലസും വോയിഡ് ഓപ്പറേറ്റർ മൈനസ് മൈനസ് എന്താണ്, ബോത്ത് ആർ ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. എന്താ കാരണം, രണ്ടിൻ്റെയും കോളിംഗ് നോക്കുക, രണ്ടും ഒരുപോലെയാണ്. പക്ഷേ ആക്ച്വലി എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ S1 എന്നുള്ള ഒബ്ജക്റ്റ് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് പോയിട്ട് അത് ഫ്രണ്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ റെഫറൻസ് പോയിട്ട് ചെയ്യുന്ന മാർക്ക് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. ഇത് ഫ്രണ്ട് ഫംഗ്ഷൻ്റെ ഇറ്റ് ഈസ് എ പ്രോട്ടോടൈപ്പ് ഓഫ് front function. Okay, so friend void operator plus plus student ampersand is the prototype of the friend function definition, and this is the friend function definition. Then below we have function calling. ഇത് എന്താണ്, ഇത് മെമ്പർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെമ്പർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണെങ്കിൽ ഇതാണ് പ്രോട്ടോടൈപ്പ്, ഇതാണ് ഡെഫിനിഷൻ, ഇതാണ് താഴെയാണ് കോളിംഗ്. ഓക്കെ, സോ വി ക്യാൻ മേക്ക് അവർ ഓൺ ലോജിക്, നമ്മുടെ ആവശ്യം പോലെ. അതായത് ഇപ്പോൾ വെറുതെ ഫംഗ്ഷൻ ഉപയോഗിച്ച് സെയിം കാര്യം ചെയ്യാൻ പറ്റും, പ്ലസ് പ്ലസ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു സ്പെസിഫൈ ദി കീവേഡ് ഓപ്പറേറ്റർ ഇഫ് യു ആർ യൂസിങ് എ ഓപ്പറേറ്റർ ഫോർ ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ നെയിമായിട്ട് ഓപ്പറേറ്ററിൻ്റെ പേരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പ്ലസ് പ്ലസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ മുമ്പിൽ ഓപ്പറേറ്റർ എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി ദർ ആർ സം ഓപ്പറേറ്റേഴ്സ് വിച്ച് കനോട്ട് ബി ഓവർലോഡഡ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിങ് മാത്രമായിട്ടുള്ളൂ. യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിങ് അതും പറഞ്ഞു, അതുപോലെ യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിങ് യൂസിങ് ഫ്രണ്ടും പറഞ്ഞു. ഫ്രണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് സെയിം ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി വി ഹാവ് സം ഓപ്പറേറ്റേഴ്സ് വിച്ച് കനോട്ട് ബി ഓവർലോഡഡ്. അത് ഈ 4 4 ഓർത്തിരിക്കുക. 4 എന്ന് പറയുമ്പോൾ മെമ്പർ ആക്സസ് ഓപ്പറേറ്റേഴ്സ്, ഡോട്ടും ഡോട്ട് സ്റ്റാറും, അതുപോലെ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, അത് 2 കോളിന് നമുക്കറിയാം. സൈസ് ഓഫ് എന്നൊരു കീവേഡ് ഉണ്ട്, അതൊരു ഓപ്പറേറ്ററാണ്. സോ സൈസ് ഓഫ് എന്ന ഓപ്പറേറ്റർ ഈസ് യൂസ് ഫോർ ഗെറ്റിംഗ് ദ സൈസ് അലോട്ടഡ് ഇൻ മെമ്മറി. അതുപോലെ കണ്ടീഷണൽ ഓപ്പറേറ്റർ,
കണ്ടീഷണൽ ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കോളൻ അതും നമുക്ക് ഓവർലോഡ് ചെയ്യാൻ സാധിക്കില്ല. ബാക്കി എല്ലാ ഓപ്പറേറ്റേഴ്സും വി ക്യാൻ ഓവർലോഡ്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു എവരിതിങ് ക്യാൻ ബി ഓവർലോഡഡ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് എന്തൊക്കെയാണ്, യൂണറി ഓപ്പറേറ്റർ മാത്രമാണ് പറഞ്ഞത്. യൂണറി ഓപ്പറേറ്റർ അത് പ്ലസ് പ്ലസ്, മൈനസ് മൈനസ് ആൻഡ് സിംഗിൾ മൈനസ്. അപ്പോൾ അത് ഫ്രണ്ട് ഉപയോഗിച്ചും ഫ്രണ്ട് ഉപയോഗിക്കാണ്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കണ്ടു, ബ്രാക്കറ്റിനകത്ത് ഒരു ആർഗ്യുമെൻറ്റ് വേണം. യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫ്രണ്ട് ഉപയോഗിക്കാതെ ചെയ്യുകയാണെങ്കിൽ ആർഗ്യുമെൻറ്റ് വേണ്ട. ഫ്രണ്ട് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ് വേണം. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് see the video again and understand the concept. Okay.